എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിനെ കണ്ടുപിടിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലാത്തവർക്ക് ബിഗിനേഴ്സ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, സാധാരണ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക അല്ലേ? എന്നിട്ട് ഒരു ഏകദേശം ഒരു 1 hour കേസ് പറഞ്ഞുതരാം. ഈ ഒരു ഹൈയും മാർക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പെൻഡിങ് നിൽക്കുന്ന ഓർഡർ വന്നിട്ട് മാർക്കറ്റ് വന്ന് എടുക്കും. ഇതാണ് സാധാരണ എല്ലാ ദിവസവും, അതായത് എല്ലാ ദിവസവും എന്നല്ല, ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ് കാണാറ്. ഇനി ഇതേപോലെ തന്നെയായിരിക്കും മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴും ഇങ്ങനെ ലോ എടുത്ത് വന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന പെൻഡിങ് ഒക്കെ 1 hour വന്നിട്ട് ഫുൾഫിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങളൊന്നും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ എടുത്തു പറയാനുള്ള ഒരു കേസ് എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം അതായത് പേഴ്സണലി എൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നതും തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇതെന്നാണ്, മീൻസ് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ ഒരു ഇത് എന്താണ്, ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് ചോദിക്കുക. ഓക്കെ, ഇതെന്താണിത്? ഇതൊരു സപ്ലൈ സോൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു സപ്ലൈ സോൺ ആണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തു. ഓക്കെ, താഴേക്ക് വന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി. അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളത് നമുക്കറിയാം. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ് വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഈ ഇംബാലൻസ് എടുത്തിട്ട് ഇവിടെ ഒരു എൻഗൾഫിങ് നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്ന അറിയോ? നേരെ മേലേക്ക് ഈ ഹൈ എടുക്കാനായിരിക്കും പോവുക. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ഒരു SMC വർക്ക് ചെയ്യുന്നത്. ഇനി ചില ആൾക്കാർ ITC പ്രകാരം SMC അല്ലെങ്കിൽ ITC എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ ഒരു മുകളിലേക്ക് പോയി. ഓക്കെ, അവിടെ നിന്നും താഴേക്ക് വന്ന് പിന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. അപ്പൊ ഓവറോൾ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിലൊരു ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, വാലിഡ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ്. ഈ ഇംബാലൻസ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം? ഇവിടെ നടന്നിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ ഓവറോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇംബാലൻസ് ഉണ്ടല്ലോ, ഇംബാലൻസ് അതുപോലെ തന്നെ ഇവിടെ എന്ത് വേണം? സെല്ലേഴ്സ് വന്ന് ഫെയിൽ ആവണം. അതിനുശേഷം അതിന്റെ ലോ കട്ട് ചെയ്ത ക്യാൻഡിലായിരിക്കണം ഇവിടെ ഫോം ആവേണ്ടത്. എന്നാലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. വൺസ് ഈ ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ പാടില്ല. ഓക്കെ, അത് റോങ് ആയിട്ടുള്ള ഒരു കേസാണ് അത്. ഓക്കെ, ഇനി നമ്മുടെ SMCയുടെ കൺഫർമേഷൻ നോക്കുന്ന രീതികൾ പറഞ്ഞുതരാം. അല്ലാണ്ട് ഞാൻ കുറെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലെങ്ത് ആയി പോകും. മാർക്കറ്റ് ഇപ്പോൾ ഈ ഞാൻ 2 പോർഷനിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് മാർക്കറ്റ് പോവുക സാധാരണ, ഇങ്ങനെ വന്ന്. അപ്പോൾ ഇവിടെ ഇത് മുമ്പത്തെ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത, അതായത് എന്നോട് വരച്ചു തരാം. മാർക്കറ്റ് ഇങ്ങനെ വരാൻ നിൽക്കും, മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഓവറോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ആ പോർഷന്റെ കേസാണ് പറയണേ. ഈ ഒരു പോർഷനിൽ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സാധാരണ എന്ത് സംഭവിക്കുക? മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ വന്ന് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് ഇവിടെ വെറുതെ ചിലർ ടാപ്പ് ചെയ്ത് അപ്പം എൻട്രി എടുക്കും. ഇവിടെ ശരിക്കും ഒരു പ്രോപ്പർ കൺഫർമേഷൻ എന്നാൽ ശരിക്കും ഒരു എൻഗൾഫിങ് നടക്കണം. ഓക്കെ, അതിനുശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. ടാർഗറ്റ് എപ്പോഴും ഇത് വെക്കുക, സെക്കൻഡ് ടാർഗറ്റ് എപ്പോഴും ഇംബാലൻസിൽ വെക്കുക. ഓക്കെ, അതിങ്ങനെ വന്ന് എടുത്തോളൂ. ഇതാണ് സംഭവം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ നടക്കും, പക്ഷെ ഈ ഒരു ഏരിയയിൽ വരേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിക്കോ,
ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെനാരിയോ വരണേന്ന് വിചാരിക്കുക. അതായത് ഈക്വൽ ലോ വരാന്ന് വെക്കുക, ഈക്വൽ ലോ. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ലോ വന്നിട്ട് ഈ ക്യാൻഡിലിന്റെയും ഈ മൂന്നാമത്തെ ക്യാൻഡിലിന്റെയും രണ്ടാമത്തെ ക്യാൻഡിലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് വാലിഡ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കായി മാറും. ഓക്കെ, ഞാൻ ആദ്യം വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളെ കുറിച്ചാണ് പറയണേ. വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് ഇങ്ങനെ ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നല്ല ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, നല്ല വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക എങ്ങനെയാണ്? ഇത് ചേർത്തിട്ടാണ് വരയ്ക്കുക കേട്ടോ. ഈ അറ്റവും ഈ അറ്റവും ചേർത്ത്, അതായത് ഈ വിക്കും ഈ വിക്കിന്റെ അറ്റവും ഈ വിക്കിന്റെ അറ്റവും ചേർത്തിട്ടാണ് ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി ചില ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു SMCയുടെ എൻട്രി വരുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റവും പ്രോപ്പറായിട്ട് വാലിഡ് ആവുന്ന ഒരു രീതി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ടും എല്ലാവരും പറയുന്ന കേസ് തന്നെയാണ്. പക്ഷെ അതിൽ കൺഫർമേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഓർഡർ എപ്പോഴും ആ OB വാലിഡ് ആയാലും മാത്രമാണ് അതിന് കൂടുതൽ വർക്കിംഗ് നടക്കുള്ളൂ. കാരണം വെച്ചല്ലേ, ആദ്യം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, അതിനുശേഷം തെറ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ചെറുതായി കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കുക. ഓക്കെ, ഇതിലിപ്പോ ഈ ഒരു കേസ് എടുക്കണ്ട, നമുക്ക് ഒന്നാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ എടുത്താൽ മതി. ഇതിൽ ഇത്രയും വലിയൊരു ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്യും? ആ ഇംബാലൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ക്യാൻഡിലാണ് ഇത്. മുമ്പത്തെ ക്യാൻഡിലുകളൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ക്യാൻഡിൽ ഉണ്ടായിട്ട് ഇതിന്റെ ഓവറോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിലാണ് ഇതെങ്കിൽ, ഓക്കെ, എന്താണ് ലാസ്റ്റ് ക്യാൻഡിലാണ് ഇതെങ്കിൽ എന്തായിരിക്കും? ഇത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള OB ആയിരിക്കും, അതായത് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഇതാണ് നല്ല ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ ഇത് എന്തായിരിക്കണം? മുൻപ് ട്രേഡ് നടന്നിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതായത് പറഞ്ഞു വന്നാൽ ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കണം. ഓക്കെ, പ്രീവിയസ് ഡേകളിൽ ഇങ്ങനെ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വാലിഡ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വാലിഡ് ആവാന്ന് പറഞ്ഞാൽ അത് കൂടുതലും വർക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ പുട്ട് സൈഡിൽ വന്നാലും, അതായത് മുകളിൽ വന്നാലും ഇത് തന്നെയാണ് വരാ കേട്ടോ, സെയിം തന്നെയാണ് വരാ. അതായത് ലാസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ ഉള്ള ലിക്വിഡിറ്റി ഒക്കെ എന്തായിരിക്കണം? സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കറക്റ്റീവ് മൂവ് ഉണ്ടായിരിക്കണം. ഇമ്പൾസീവ് മൂവ് അല്ല, കറക്റ്റീവ് മൂവ്. കറക്റ്റീവ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നതിനെ പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഓർഡർ ബ്ലോക്ക് ആയി മാറും. ഓക്കെ, ഇനി ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുക എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സാധാരണഗതിയിൽ ഓർഡർ ബ്ലോക്ക് എങ്ങനെ വർക്ക് ചെയ്യാം? മാർക്കറ്റ് മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, പിന്നെ മാർക്കറ്റ് അവിടെ പതുക്കെ കുറച്ച് നേരം കളിച്ച് അപ്പോൾ ഈ ഇവിടെ OB ഉണ്ട് കേട്ടോ, വാലിഡ് ആയിട്ടുള്ള. ഇതെന്തായി മാറും? ഇൻഡ്യൂസ്മെന്റ് ആയി മാറും അല്ലേ? നമുക്കറിയാം IDM എന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയും. വാലിഡ് ആയി മാറി ഇവിടെ ഒരു ട്രെൻഡ് ഫോം ആവും. ആ ട്രെൻഡിന് ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ് നടക്കണം, അല്ലെങ്കിൽ അവിടെ വരേണ്ട ഒരു ക്യാൻഡിൽ എങ്ങനെയാണ്? ഇതേ മോഡൽ ഒരു ക്യാൻഡിൽ വരണം, ഗ്രീൻ ക്യാൻഡിൽ വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹൈ വരെ എന്ത് ചെയ്യാം? TP ആയിട്ട് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ സാധാരണ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ്, SMCയിലെ ഒരു മെത്തേഡ്. ഓക്കെ, റോങ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ വരാന്ന് വെച്ചാൽ,
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ബ്ലോക്ക് വാലിഡ് അല്ല. ഓക്കെ, റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഇത് പെൻഡിങ് ആണ്, ഇത് പെൻഡിങ് ആണ്. ഇതിന്റെ ലോ ഒന്നും എടുത്തിട്ടില്ല മാർക്കറ്റ്. എന്നിട്ടാണ് ഇത് പോണെങ്കിൽ മാർക്കറ്റിന് തിരിച്ചു വരുമ്പോൾ ഇത് ഓർഡർ ബ്ലോക്ക് ആക്കി കൺസിഡർ ചെയ്യരുത്. കാരണം വെച്ചാൽ ഇത് വന്നിട്ട് ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് പോകണം, അല്ലാണ്ട് ഒറ്റ വരവ് താഴേക്ക് വരും ഈ പെൻഡിങ് ഒക്കെ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ അത് വാലിഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെനാരിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വന്നാലും ഇത് വാലിഡ് ആണോ എന്ന് വെച്ചാൽ FEG ഓക്കെ ആണ്, പക്ഷെ ശരിക്കും ഇത് പ്രോപ്പറായിട്ട് വാലിഡ് അല്ല. കാരണം വെച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരിക്കലും ഒരു ഓർഡർ ബ്ലോക്ക് വരില്ല. ഓർഡർ ബ്ലോക്ക് എപ്പോഴും വരെ എങ്ങനെയാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഉള്ള ആ ഒരു ക്യാൻഡിൽ മാത്രമേ ഓർഡർ ബ്ലോക്ക് ആക്കി വരയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, കാര്യം പിടികിട്ടുണ്ടെന്ന് വെക്കണം കേട്ടോ. ലാസ്റ്റ് ക്യാൻഡിൽ ആയിരിക്കണം എപ്പോഴും, മുകളിലായാലും താഴെയായാലും ലാസ്റ്റ് ക്യാൻഡിൽ ആയിരിക്കണം ഓർഡർ ബ്ലോക്ക് OB ആയിട്ട് എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കിക്കോ. സാധാരണ ചാർട്ടുകളിൽ വരുന്ന രീതി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള എന്താണ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് കാണാം. ഈ ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വാലിഡ് അല്ല എങ്കിൽ പോലും ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മോഡലാണ് വരുന്നത്. ഓക്കെ, ഇത് വാലിഡ് ആവാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ലാസ്റ്റ് ക്യാൻഡിലാ അല്ലേ, ലാസ്റ്റ് ക്യാൻഡിലാണ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ക്യാൻഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് മക്കളെ ഇവിടെ കാണുന്നത്, ലാസ്റ്റ് ക്യാൻഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഇമ്പൾസീവ് മൂവ് ഉണ്ട്, ഒരു ഇംബാലൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് വാലിഡ് അല്ലേ. ഒന്നാമത്തെ ക്യാൻഡിലിന്റെയും മൂന്നാമത്തെ ക്യാൻഡിലിന്റെയും ഇടയിൽ ഗ്യാപ്പ് വരുമ്പോഴാണ് FEG അല്ലെങ്കിൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഒരു ക്യാൻഡിലാണ് നമ്മൾ OB ആയിട്ട് വരയ്ക്കുക, ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരയ്ക്കുക. വരച്ചില്ലേ. ഓക്കെ, OBയിൽ വന്ന് ടാപ്പ് ചെയ്തു, അതിനെ എൻഗൾഫ് ചെയ്തു. ഇതിനെയാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഈ ക്യാൻഡിലിനെ ഡൊമിനേറ്റ് ചെയ്യുമ്പോഴാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഇങ്ങനെ എൻഗൾഫിംഗ് നടക്കുമ്പോൾ നമുക്ക് ട്രേഡ് എടുത്തൂടെ. നമ്മൾ ടാർഗറ്റ് എപ്പോഴും എവിടെ വെക്കുക, ഈ ഒരു ലിക്വിഡിറ്റിയുടെ ഹൈ മാത്രമേ നമുക്ക് എപ്പോഴും ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ എൻഗൾഫിങ്ങിന്റെ ആ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുക്കാം. SL എപ്പോഴും എവിടെ വയ്ക്കും, നമ്മൾ ഈ ഒരു ക്യാൻഡലിന്റെ ലോയിൽ SL വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രേഡ് ടാർഗറ്റ് എവിടെ വയ്ക്കുക, ഈ റേഞ്ചിൽ വയ്ക്കും അല്ലേ. ഉണ്ടോ, അത് വർക്കിംഗ്, അത് അത്രയും വാലിഡ് ആയിട്ട് വർക്ക് ചെയ്തതിന്റെ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.